Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെറും 15 രൂപയുള്ള മാഗി നൂഡിൽസ് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ റെസിപ്പിയിലേക്ക് ക്രീമിയും ടേസ്റ്റിയോടെ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമായാലും നമ്മൾ മാഗി നൂഡിൽസ് കഴിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അത് വളരെ ബേസിക് ആയുള്ള റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ മാഗി നൂഡിൽസിന്റെ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കുന്ന മാതിരിയുള്ള ലെവലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്, അധികം എരിവില്ലാണ്ട് തന്നെ. അപ്പൊ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. തുടക്കം തുടങ്ങി അവസാനം വരെ ഫുള്ളായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മാഗി നൂഡിൽസ് നമ്മൾ ചിക്കൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മാരിനേഷൻ ബോൺലെസ് ചിക്കൻ്റെ എല്ലാ പാർട്ടിലും മിക്സ് ആയി കഴിയുമ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 5 തുടങ്ങി 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായി സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ഓരോ സൈഡും 5 മിനിറ്റ് ആണ്. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ കുക്ക് ചെയ്ത് കിട്ടാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഗൈസ്, ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 4 തുടങ്ങി 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ 2 സൈഡ് നമ്മൾ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുത്ത ചിക്കൻ നമുക്കൊരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയി കിട്ടാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഗൈസ്, അതുമാതിരി തന്നെ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിനും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് ചിക്കൻ കുക്ക് ചെയ്ത സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇടാം. 4 ചീസ് സ്ലൈസ് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. മാഗിയുടെ കൂടെ വരുന്ന സീസണിങ്, അര ലിറ്റർ മിൽക്ക്, ചെറുതായി കട്ട് ചെയ്തെടുത്ത 1 ടൊമാറ്റോ, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ബോയിൽ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മളുടെ സോസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ മാഗി പാക്കറ്റ് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിടാം. കാരണം ഇത് ബ്രേക്ക് ചെയ്തിടുന്നതാണ് എളുപ്പം. മാഗി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു സ്പൈസി കിട്ടുവാനായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മളിട്ട മാഗി നന്നായി കുക്കായി തിക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മാഗി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമ്മളുടെ നൂഡിൽസ് നമ്മുടെ സോസ് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ചിക്കൻ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ മാഗി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. സോസ് നല്ല തിക്കായിട്ടുണ്ട്. അതുമാതിരി തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം ഇതെങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കുക്ക് ചെയ്ത് കട്ട് ചെയ്ത ചിക്കൻ നമുക്ക് കുറച്ച് ഇതിന് മുകളിലേക്ക് അറേഞ്ച് ചെയ്യാം. അതുമാതിരി ചോപ്പ് ചെയ്ത കുറച്ച് ടൊമാറ്റോ, ചോപ്പ് ചെയ്ത മല്ലിയില, അതുമാതിരി തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. അടുത്തായിട്ട് നമുക്ക് 1 സ്ലൈസ് ചീസ് എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് നമുക്ക് റാൻഡമായിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രീമി ഡിഷാണിത്. നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നമ്മുടെ കമന്റ് സെക്ഷൻ ചെയ്തിരിക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.